നമസ്കാരം, ഞാൻ ഡോക്ടർ സുചിത്ര. മുതിർന്നവരിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ കുട്ടികളിലും വായ്പുണ്ണ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളിലെ വായ്പുണ്ണിൻ്റെ കാരണവും പലതാകാം. വായ്പുണ്ണ് സാധാരണയായി കാണുന്നത് ചുണ്ടുകളിലും നാവിലും കവിളത്തും ചെറുനാവിൻ്റെ അവിടെയും എല്ലാമാണ്. അപ്പോൾ ചെറിയ കുട്ടികളിൽ തന്നെ 3 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളുടെ വായിൽ കാണുന്ന വായ്പുണ്ണ് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കാരണമാകാം. അത് നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടാവും. തക്കാളിപ്പനി, ഹാൻഡ് ആൻഡ് ഫുഡ് ഡിസീസ്, അതുമാതിരി ഹെർപെൻജൈന, ഹെർപ്പിസ് ജിഞ്ചിവോസ്റ്റൊമാറ്റൈറ്റിസ്, ജിഞ്ചൈവൈറ്റിസ്, മോണോരോഗങ്ങൾ മോണയിൽ പുണ്ണുണ്ടാക്കാം. അങ്ങനെയുള്ള കാരണങ്ങളാണ് കുഞ്ഞുമക്കളിൽ വായ്പുണ്ണ് കാണിക്കുന്നത്. കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടാകാം. കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണമാകാം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, സീലിയാക് ഡിസീസ് അങ്ങനെയുള്ളവ. വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമാകാം. ഇടയ്ക്കിടയ്ക്കുള്ള പനി അങ്ങനെയുള്ള കാരണങ്ങളാകാം. അതുമാതിരി സ്പൈസി ഫുഡുകൾ ഒരുപാട് കഴിക്കുന്നത് കാരണം, അല്ലെങ്കിൽ വീണിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒരു ഹാബിറ്റ് കാരണം ചുണ്ട് കടിക്കുക, നാവ് കടിക്കുക, അങ്ങനത്തെ ഹാബിറ്റ് കാരണമാകാം. അപ്പോൾ ഒരു ഡോക്ടർ അതിനെ വിലയിരുത്തുന്നത് എത്ര ദിവസം ആയി നിങ്ങളെ വായിലെ പുണ്ണ് എന്നുള്ള നിലയിലാണ്. ഒരു സാധാരണ പുണ്ണിന്, അതായത് 2 ആഴ്ചയിൽ കുറവ്, 2 ആഴ്ച കൊണ്ട് മാറുന്ന പുണ്ണാണെങ്കിൽ അതിന് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ വന്ന് തന്നെ മാറുന്നതാണ്. 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന പുണ്ണുകളാണ്, അതായത് 3 ആഴ്ച കഴിഞ്ഞ് പോകുന്ന പുണ്ണുകളാണെങ്കിൽ നമ്മൾ ഡോക്ടറെ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. അപ്പോൾ ഡോക്ടർ അതിൻ്റെ എത്ര ദിവസമായി, അതിൻ്റെ ഘടന, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ആഴം എന്നെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നൽകുന്നതായിരിക്കും. സാധാരണയായിട്ട് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ മൗത്ത് വാഷുകളും ഓയിൻമെൻറ്റുകളും മെഡിസിൻസും തരുന്നതായിരിക്കും. കുട്ടികളുള്ള വായ്പുണ്ണ് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് 2 ആഴ്ചയിൽ കൂടുന്നുണ്ടോ. കാരണം ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ആരോഗ്യം മോശമാവും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടികൾ വായ്പുണ്ണ് വന്നാലൊന്നും ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളെ നിറഞ്ഞപ്പോൾ വായിലോ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലോ ഇപ്പോൾ ഒരു വീക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്ന് വെച്ചാൽ അത് നമ്മളെ ശരീരം തരുന്നൊരു സൂചനയാണ്. നമ്മൾ എന്തോ ഒന്നും പറ്റി എന്നുള്ളൊരു സൂചനയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് വായ്പുണ്ണ്. വായ്പുണ്ണിന് ഞാൻ പറഞ്ഞ മാതിരി പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊരു സൂചനയാണ്. അപ്പോൾ എന്താന്നുള്ള കാരണം കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. നന്ദി, നമസ്കാരം.